സന്നദ്ധ സംഘടനകളെ കൂടി ഉപയോഗിച്ചാണ് അനന്തു കൃഷ്ണനും സംഘവും ഈ പകുതി വില തട്ടിപ്പ് നടത്തിയത്. ഈ നിൽക്കുന്നവരൊക്കെ തിരുവനന്തപുരത്തെ ഓരോ സന്നദ്ധ സംഘടനകളെയും പ്രതിനിധീകരിച്ചെത്തിയവരാണ്. ചേട്ടാ, നിങ്ങളും പറ്റിക്കപ്പെടുകയായിരുന്നു? അതെ, ഗുണഭോക്താക്കളിൽ നിന്ന് കാശ് കളക്ട് ചെയ്ത് കൊടുത്തത് ഞങ്ങളാണ്. അപ്പോൾ ആളുകളിപ്പോൾ ഞങ്ങളുടെ അടുത്താണ് കാശിന് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഇത് കാശ് തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആരാണ് നിങ്ങളെ സമീപിച്ചത്? ഞങ്ങളെ സമീപിച്ചത് ആനന്ദ്കുമാറാണ്. അദ്ദേഹം നാഷണൽ NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്നൊരു സംഘടന രൂപീകരിച്ചു. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ സന്നദ്ധ സംഘടനകളെയും ശാക്തീകരിക്കുന്നുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന് പറഞ്ഞു. ഉപഭോക്താക്കൾ നിങ്ങളോട് ചോദിക്കുകയാണ് പണം എവിടെയെന്ന്. നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചു കിട്ടാതെ ഞങ്ങൾക്ക് കൊടുക്കാൻ മാർഗമില്ല. ഞങ്ങൾ ഓരോരുത്തരും നൂറുകണക്കിന് ടൂ വീലറുകളുടെ പൈസകൾ കളക്ട് ചെയ്ത് അടച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൈസ തിരിച്ചു കൊടുക്കണമെങ്കിൽ ഞങ്ങളിൽ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഈ അടച്ച പൈസ ഈ കമ്പനിയിൽ നിന്ന് തിരിച്ചു കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ പൈസ കൊടുക്കാൻ കഴിയൂ. ചേച്ചി, ഇപ്പോൾ നിങ്ങൾ വിശ്വസിച്ചവർ നിങ്ങളെ പറ്റിച്ചു. നിങ്ങളെ വിശ്വസിച്ച കുറച്ച് സാധാരണ ജനങ്ങളുണ്ട്. അവരോട് എന്ത് ചെയ്യും? ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ആനന്ദകുമാർ സാർ പറഞ്ഞത് ഒരു വാക്ക്, അത് എൻ്റെ മനസ്സിലുണ്ട്, എല്ലാവരുടെയും മനസ്സിലുണ്ട്. അനന്തു കൃഷ്ണൻ എനിക്കറിയില്ല, ഞങ്ങൾക്കാർക്കും അറിയില്ല. അനന്തു കൃഷ്ണൻ മെടുക്കനാ, പ്രോജക്റ്റ് ചെയ്യാൻ വന്നതാ. നിങ്ങളൊരു അയാളുടെ, ഞാൻ പറയുന്ന അക്കൗണ്ടിലോട്ട് ക്യാഷ് ഇട്ട് കൊടുക്കണം. അവൻ തന്നില്ലെങ്കിൽ ഞാൻ തരും. അപ്പോൾ ഈ ഞാൻ്റെ എന്ന് വാങ്ങിച്ച് ഞങ്ങൾ കടം. അത് ഈ സാറ്, ഇനി എനിക്കൊരു റിക്വസ്റ്റും കൂടെ ഉള്ളൂ. ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ഇനി ഒരു മനുഷ്യനെ വീഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ നിന്ന് വെട്ടിയെന്ന് പറയുന്നില്ലേ, അക്കൗണ്ടുകൾ ഓരോരുത്തോട്ട് പോയെന്ന്, ഈ വെട്ടിയവരുടെ കാശ് തിരിച്ചെടുപ്പിച്ച് ഈ സാധാരണക്കാരുടെ പ്രശ്നം ഒഴിവാക്കി തരാൻ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിപ്പം നിങ്ങളിപ്പം ഇടനിലക്കാരായി നിന്നവരാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ? കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇവരെല്ലായിടത്തും സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ. ഏത് രീതിയിൽ സമാധാനം പറയണമെന്നോ ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇത്രയും ആൾക്കാരെയൊക്കെ വെച്ച് ഇത്രയും വലിയൊരു വെട്ടിപ്പ് നടത്തുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചില്ല. ഓക്കെ, നിങ്ങൾ സന്നദ്ധ സംഘടനയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു പദ്ധതി എന്ന് പറഞ്ഞ് കബളിപ്പിക്കുന്നു മുമ്പ് നിങ്ങൾ ഇതിൽ ഇടനിലക്കാരായി നിൽക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ എന്ത് കിട്ടും? ഓരോ വർഷവും നമ്മൾ തീരുമ്പോൾ ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയ നമ്മൾ കൊടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റായിട്ട് നമുക്ക് ഒരു ഫണ്ട് തരാമെന്ന് പറഞ്ഞു. എത്ര? 2% അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റായിട്ട് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നത്. അതായത് ഒരു ഉപഭോക്താവ് അടയ്ക്കുന്ന പണത്തിൻ്റെ 2%. ഗുണഭോക്തൃ വിഹിതമായി അടയ്ക്കുന്നതിൻ്റെ 2% നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റായിട്ട് നമുക്ക് സംഘടനയ്ക്ക് കിട്ടും. ഈ സംഘടനയാണ് ഈ പദ്ധതികളെല്ലാം നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ വിതരണം മുഴുവനും നടത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ വിതരണം നടത്താൻ പറയുന്ന ആരാണ്? മന്ത്രിമാരെ വിളിച്ച് നടത്താൻ പറയും, സമൂഹത്തിൽ ഉന്നത വിളിച്ച് നടത്താൻ പറയും. അപ്പോൾ ഇവരെയൊക്കെ സംഘടിപ്പിച്ച് ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചിലവറിയാമല്ലോ. ആ പണം നമുക്ക് ഒരു ഫംഗ്ഷൻ നടത്താൻ പോലും തികയുന്നില്ല എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരത്ത് ഒരു സ്ഥിതി എങ്ങനെയാ? ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും. തിരുവനന്തപുരത്ത് നമ്മൾ 7 സംഘടനകളാണ്. ഏകദേശം 1200ഓളം പേർ പറ്റിക്കപ്പെട്ട് നിൽക്കുന്നു നമ്മളെ സംഘടനകളിൽ നിന്ന്. സീഡ് സെൻറ്റർ വേറെ, സീഡുമായിട്ട് നമുക്ക് ഒരു ബന്ധവുമില്ല. നമുക്ക് ആ സംഘടന പറ്റില്ല. പക്ഷേ നമ്മുടെ ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ്റെ കീഴിൽ ഒരു 1200ഓളം ഗുണഭോക്താക്കൾക്ക് ഈ പണം കിട്ടാനുണ്ട്. ഞങ്ങളുടെ 7 ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി വഴിയാണ് അത് കിട്ടാനുള്ളത്. ആ പണം തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത അനന്തകൃഷ്ണൻ സാറും അനന്തകുമാർ സാറും അനന്തകൃഷ്ണനും ഏറ്റെടുക്കണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇതിപ്പോൾ തിരുവനന്തപുരത്തെ ഓരോ സന്നദ്ധ സംഘടനകളിലെയും പ്രതിനിധികളാണ് സംസാരിച്ചത്. ഇപ്പോൾ ഈ ഉപഭോക്താക്കളെല്ലാവരും ചോദ്യം ചെയ്യുന്നത് ഇവരെയാണ്. പക്ഷേ ഇവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പണം എങ്ങനെയെങ്കിലും ഈ സാധാരണക്കാർക്ക് തിരിച്ചു കൊടുക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. സുജിത് തോമസിനൊപ്പം T. സരീഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.